ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ജ്ഞാനാതിമിരാന്തസ്യ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖമല്ലേ? ഹരേ കൃഷ്ണ. അപ്പം വൃന്ദാവനത്തിലെ നിധിവനത്തിൽ വന്നിട്ട് രാധാ ശ്യാം സുന്ദർ എന്ന് വന്നിട്ടൊരു ടെമ്പിൾ ഉണ്ട്. നമുക്ക് വൃന്ദാവനത്തിൽ പോയാല് നമ്മൾ കാണുന്നതിൽ വെച്ച് നമ്മള് വൃന്ദാവനത്തിൽ പോകുമ്പോ അവിടെ പരിക്രമം ചെയ്യണം. പരിക്രമം ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എല്ലാ ഭഗവാന്റെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആ ഓരോ ക്ഷേത്രത്തിലും ഓരോ പ്രത്യേകതകളാണുള്ളത്. എല്ലാ ക്ഷേത്രത്തിലും ഉണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ. അപ്പം ഇവിടെ വന്നിട്ട് വൃന്ദാവനത്തിൽ വന്നിട്ട് നിധിവനത്തില് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തില് ഭഗവാൻ വന്ന് എല്ലാ ക്ഷേത്രത്തിലും ഉള്ള പോലെ ആ ക്ഷേത്രത്തിലും ഉണ്ട് ഒരു വലിയ പ്രത്യേകത. ആ ക്ഷേത്രത്തിന്റെ പിന്നില് ഒരു ഭക്തന്റെ കഥയുണ്ട്. അപ്പം വൃന്ദാവനത്തിലെ ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട്. ഭഗവാൻ ചെയ്യുന്ന ഓരോ ലീലകളുടെ പിന്നിലുള്ള ഹിസ്റ്ററിയാണ് ആ ക്ഷേത്രങ്ങളിലുള്ളത്. പക്ഷെ ആദ്യ കാലങ്ങളിലൊന്നും ആ വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഈ മുസ്ലിംസിന്റെ അറ്റാക്ക് വരുന്ന സമയത്ത് അവിടുത്തെ പൂജാരിമാർ എന്ത് ചെയ്യും? ആ വിഗ്രഹങ്ങളെ എടുത്ത് എവിടെയെങ്കിലും മാറ്റി ഒളിപ്പിച്ചു വെക്കും. അപ്പൊ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ആ മുസ്ലിംസ് അവിടെ നിന്ന് പോവാ. ആ സമയത്ത് ഈ പൂജാരിമാരുടെ കാലം കഴിയും. പിന്നീട് ആ വിഗ്രഹങ്ങൾ എവിടെയാണ്, ആരെവിടെ കൊണ്ടാണ് വച്ചിരിക്കുന്നത്, ഇതൊന്നും ആർക്കും അറിയുന്ന കാര്യം ഉണ്ടാവില്ല. അങ്ങനെ ആ ക്ഷേത്രം അവിടെ ഇതാവാതെ പോകും. അപ്പം ആ സമയത്ത് ഭഗവാൻ തന്നെ ഭഗവാന്റെ ഭഗവാൻ വന്നിട്ട് ആ സമയത്ത് എവിടെയെങ്കിലും ഒക്കെ അങ്ങ് ആണിക്കും കിടക്കുക. ചിലപ്പോ ചെളിയുടെ ഇടയിലായിരിക്കും, ചിലപ്പോ മണ്ണിന്റെ ഇടയിലായിരിക്കും, ചിലപ്പോ മരത്തിന്റെ മുകളിൽ. കാരണം ഇവര് മുസ്ലിംസിന്റെ കയ്യിൽ നിന്നും ആ വിഗ്രഹങ്ങളെ, കാരണം അവരുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ അത് ആ വിഗ്രഹത്തിന്റെ കാര്യം. അപ്പം അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഭദ്രമായിട്ടായിരിക്കും എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അത് ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഭഗവാൻ തന്നെ ഗോസ്വാമികളെ വിട്ടിട്ടാണ് എത്രയോ വിഗ്രഹങ്ങൾ വൃന്ദാവനത്തിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഭഗവാന്റെ ഭക്തരെ കൊണ്ടാണ് ഭഗവാൻ കണ്ടുപിടിച്ചിരുന്നത്. അതുപോലെ ഒരു ക്ഷേത്രമാണ് രാധാ ശ്യാംസുന്ദർ ക്ഷേത്രം വൃന്ദാവനത്തില്. ഇവിടെ വന്നിട്ട് ജീവഗോസ്വാമിയുടെ ശിഷ്യനായ ശ്യാമാനന്ദജി എന്ന് പറഞ്ഞ പ്രഭുവാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കണ്ടുപിടിച്ചതല്ല. ഈ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങള് ഈ പ്രഭുവിന് കിട്ടിയത് എങ്ങനെയാണ് എന്ന കഥയാണ് പറയാൻ പോകുന്നത്. അപ്പൊ നിധിവനത്തില് ഭഗവാനും രാധാറാണിയും ഗോപികന്മാരും എല്ലാ ദിവസവും ഗോലോകത്ത് നിന്ന് വന്ന് രാസലീല കളിക്കുമല്ലോ. അതാണ് നമ്മള് നിധിവനത്തിന്റെ പ്രത്യേകത. ഈ നിധിവനം എല്ലാ ദിവസവും ഈ ശ്യാമാനന്ദജി തൂത്ത് വൃത്തിയാക്കുമായിരുന്നു. കാരണം എന്താ വെച്ചാല് ഭഗവാന് രാധാറാണിയും വന്ന് കളിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ആ നിധിവനത്തില് അവിടെ ആ പാതകളിൽ ഉണ്ടാവുന്ന കല്ല്, മുള്ള്, ഈ സംഭവങ്ങളൊന്നും ഭഗവാന്റെ രാധാറാണിയുടെയും ഗോപികമാരുടെയും കാലില്, ആ പത്മപാദങ്ങളില് കൊള്ളാതിരിക്കാനും അവർക്ക് വേദന എടുക്കാതിരിക്കാനും അവർക്ക് നന്നായിട്ട് രാസലീല കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം എല്ലാ ദിവസവും രാവിലെ തൂക്കുന്നുണ്ട്. ഇദ്ദേഹം വന്നിട്ട് രാധാറാണിയുടെ ഭയങ്കര വലിയ ഭക്തനായിരുന്നു. എല്ലാ ദിവസവും തൂക്കുമ്പോ രാധേ 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 എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇദ്ദേഹം തൂത്ത് അവിടെ ഫുള്ള് വൃത്തിയാക്കി. അതായത് ഭയങ്കര എന്താ പറയാ, ഈ പശുക്കൾ നടന്നു പോകുമ്പോ അവരുടെ ആ ഒരു കാലിന്റെ ഇത് കൊണ്ടിട്ട് ആ മണ്ണ് നല്ല ഫൈൻ ആവും നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ അത്രയും നല്ല ആ വല്ല താമര ഇതിലുള്ള പോലുള്ളതായിട്ട് അത് മാറ്റിയെടുക്കും. ആ മണ്ണ് അത്രയ്ക്ക് തൂത്ത് വൃത്തിയാക്കും. അപ്പം രാധാറാണിക്കും ഭഗവാനും അന്ന് രാത്രി വന്നിട്ട് എന്താണ് നന്നായിട്ട് രാസലീല കളിക്കാൻ പറ്റും. അവരുടെ കാലൊന്നും ഒരു പ്രശ്നം വരില്ല, അങ്ങനെ കളിക്കാൻ പറ്റും. അങ്ങനെ ഇത് എല്ലാ ദിവസവും പൊയ്ക്കൊണ്ടിരുന്നു. അപ്പൊ ഒരു ദിവസം രാധാറാണി ഭഗവാന് രാസലീല കളിച്ചിട്ട് തിരിച്ച് ഗോലോകത്തേക്ക് പോവാണ്. ഗോലോകത്ത് എത്തിയപ്പോഴാണ് രാധാറാണി ഒരു കാര്യം ശ്രദ്ധിച്ചത്. രാധാറാണിയുടെ കാലിൽ കിടന്ന പാദസ്വരം കാണുന്നില്ല. അത് വന്നിട്ട് മഞ്ജു ഘോഷ് എന്നാണ് ആ പാദസ്വരത്തിനെ പറയുന്നത്. രാധാറാണിക്ക് ഭഗവാൻ ഗിഫ്റ്റ് ചെയ്ത പാദസ്വരം, ഭഗവാൻ സമ്മാനമായിട്ട് കൊടുത്ത പാദസ്വരമായിരുന്നു. അപ്പൊ രാധാറാണിക്ക് അത് അത്രയും പ്രാധാന്യമാണ്. അപ്പൊ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ഓരോ സാധനവും രാധാറാണിക്ക് തന്റെ ജീവന്റെ അത്ര വിലയാണ്. അപ്പം ആ പാദസ്വരം കാണുന്നില്ല. അപ്പൊ മീൻസ് രാസലീല കളിച്ച സമയത്ത് എവിടെയെങ്കിലും ഇളവിപ്പോയതാവാം പാദസ്വരം. അപ്പം രാധാറാണി വന്നിട്ട് ലളിതാ സഖിക്ക് പറഞ്ഞു വിടും. ലളിതാ സഖിയോട് പറഞ്ഞു വിടും ആ പാദസ്വരം അവിടെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ എടുത്തിട്ട് വരാൻ പറയും. അങ്ങനെ ലളിതാ സഖി
അങ്ങോട്ടേക്ക് പോകും. അപ്പൊ ഈ ലളിതാ സഖി എന്താണ് ഭൂമിയിലേക്ക് പോകുന്ന സമയത്ത് പോയപ്പോ ലളിതാ സഖി കാണുന്നത് ആ നിധിവനം മുഴുവൻ തൂത്ത് വൃത്തിയാക്കുന്ന ശ്യാമാനന്ദജീനെ. അത് മാത്രല്ല, അതിങ്ങനെ തൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ തിളങ്ങുന്നതായിട്ടുള്ള സംഭവം കാണുകയും അതിന്റെ അടുത്തേക്ക് ഓടി വരികയും പെട്ടെന്ന് ആ പാദസരം കയ്യിലെടുക്കുകയും ചെയ്യാണ്. ആ പാദസരം കയ്യിലെടുത്തിട്ട് അതേ നോക്കുമ്പോ അത് വല്ലാത്തൊരു പ്രത്യേകതയുള്ള ഒരു പാദസരമായിരുന്നു. കാരണം അത് ഇതുവരെ ഇങ്ങനത്തെ ഒരു പാദസരം കണ്ടിട്ടില്ല. ഒരു സാധാരണ പെൺകുട്ടിയുടെ പാദസരം അല്ല എന്തായാലും ഒരു സാധാരണ പെൺകുട്ടി ഇങ്ങനത്തെ പാദസരം ഇടത്തില്ല. അതുകൊണ്ട് ഒരു സാധാരണ പെൺകുട്ടിയുടെ പാദസ്വരമായിരിക്കത്തില്ല. പിന്നെ ആരുടെ പാദസ്വരമായിരിക്കുന്നത്? പിന്നെ അതേ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി രാജരാണിയുടെ പാദസ്വരം ആയിരിക്കോ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ലളിതാ സഖി ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ ആ ലളിതാ സഖിക്ക് ഇത് വാങ്ങിക്കണമല്ലോ, പാദസ്വരം കൊണ്ടുപോയാലേ പറ്റൂ. അപ്പൊ ലളിതാ സഖി വന്നിട്ട് ഇദ്ദേഹത്തിനെ പരീക്ഷിക്കാനും പിന്നെ പാദസ്വരം എടുക്കാനും വേണ്ടിയിട്ട് ഒരു വൃദ്ധയുടെ വേഷത്തില് ഇദ്ദേഹത്തിന്റെ അടുത്ത് പോകും. ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് പറയും, ഇദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ പോവും. അപ്പം ഇദ്ദേഹം ചോദിക്കും എന്താണ് എന്ന് ചോദിക്കും. അപ്പം ലളിതാ സഖി പറയും, അത് പിന്നെ പ്രഭു, ഞങ്ങൾ ഇന്നലെ ഞാനും എന്റെ മരുമകളും പിന്നെ എന്റെ മകനും കൂടി ഇന്നലെ വൃന്ദാവനം നിധിവനത്തിൽ വന്ന സമയത്ത് എന്റെ മരുമകളുടെ പാദസ്വരം ഇവിടെ വീണുപോയി. എന്റെ മകൻ എന്റെ മരുമകൾക്ക് എന്താണ് കൊടുത്തതാണ്, സമ്മാനമായിട്ട് കൊടുത്തതാണ് എന്റെ മകൻ. അപ്പൊ എന്റെ മരുമകൾക്ക് അത് അത്രയും പ്രാധാന്യപ്പെട്ടതായിരുന്നു. അപ്പം ദൈവത്തിനെ സഹായിച്ച് ഭഗവാന്റെ കൃപയുള്ളത് കൊണ്ട് അത് അങ്ങയുടെ കയ്യിൽ തന്നെ കിട്ടി, അങ്ങ് എനിക്ക് തന്നോളൂ. എന്റെ മരുമകള് അത് ആ പാദസരം കാണാത്തതിന് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, അത്രയ്ക്ക് വിഷമമാണ് അവൾക്ക്, അങ്ങനെ എനിക്ക് തന്നോളൂ, ഞാൻ പെട്ടെന്ന് കൊണ്ടുപോയി അവളെ കൈ കൊടുക്കട്ടെ എന്ന് പറയും. അപ്പൊ ശ്യാമാനന്ദജി ഇത് കണ്ട സമയത്ത് ലളിതാ സഖിയുടെ മുഖത്തോട്ടൊന്ന് നോക്കാണ്. അപ്പൊ ഇങ്ങനെ ഈ നോക്കുന്ന സമയത്ത് ആ വൃദ്ധയ്ക്ക് ഒരു പ്രത്യേക തിളക്കവും ഒരു പ്രത്യേക പ്രകാശവും. കാരണം ഗോപിക്കയാണ്, രാജറാണിയുടെ ഗോപിക്കയാണ്, സഖി ലളിതാ സഖിയാണ്. അപ്പൊ എത്ര ഇതായിട്ടിരുന്നാലും ആ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു പ്രകാശം അത് അവിടെ എന്തായാലും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അപ്പൊ ശ്യാമജിക്ക് ഒരു സംശയം. അദ്ദേഹം ഇങ്ങനെ കണ്ണടച്ചിട്ട് രാജറാണിയുടെ ആ ഒരു പത്മപാദം മനസ്സിൽ ഇങ്ങനെ എന്താണ് ധ്യാനിക്കുന്ന സമയത്ത് രാജറാണിയുടെ ആ ഒരു പാദത്തില് ഈ പാദസ്വരം ഇട്ടിക്കുന്നത് അദ്ദേഹത്തിന് കാണാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് രാജറാണിയുടെ പാദസ്വരമാണ്, ഇത് ഈ വൃദ്ധയായിട്ട് വന്നിരിക്കുന്നത് രാജറാണി അയച്ചുവിട്ട ഏതോ ഗോപികയാണ്. കാരണം ശ്യാമാനന്ദജിയുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് രാജറാണിയുടെ ദർശനം എടുക്കണം എന്നതാണ്. കാരണം രാജറാണിയുടെ കൃപ വേണം എന്നതാണ് ശ്യാമാനന്ദജിയുടെ ഒരു ആഗ്രഹം. അപ്പൊ അത് ഒരു സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരമായിട്ട് അദ്ദേഹം ഇത് ഉപയോഗിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയും, ഇല്ല, ഞാൻ ഇതിന്റെ ഉടമസ്ഥന്റെ കയ്യിൽ കൊടുക്കത്തുള്ളൂ. അങ്ങ് പോയിട്ട് അമ്മ പോയിട്ട് അമ്മയുടെ മരുമകളെ വിളിച്ചോട്ട് വരൂ, ഞാൻ അവളുടെ കൈ കൊടുക്കാമെന്ന് പറയും. അപ്പൊ ലളിതാ സഖി പറയും, അതെന്താ, ഇത് എന്റെ മകനാണ് എന്റെ മരുമകൾക്ക് കൊടുത്തത്, അപ്പൊ ഇതിന്റെ ഒരു അവകാശി, ഇതിന്റെ ഉടമസ്ഥയുടെ ഒരു അവകാശം എനിക്കും കൂടെ ഉള്ളതാണ്. അപ്പൊ ഞാനും ഇതിന്റെ ഉടമസ്ഥയാണ്, അപ്പൊ എന്റെ കൈ തന്നോളൂ, ഞാൻ കൊണ്ട് എന്റെ മരുമകൾക്ക് കൊടുക്കാം, അവൾ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണെന്ന് പറയും. അപ്പോ എന്താണ് ശ്യാമാനന്ദജി പറയും, ഇല്ല അമ്മ കുഴപ്പമില്ല, അമ്മയുടെ മരുമകളെ വിളിച്ചിട്ട് വരൂ, ഞാനിത് അവരുടെ കൈ കൊടുത്തോളാം, അല്ലെ ഭവതിയുടെ അവരുടെ ഇടയിൽ കളഞ്ഞു പോയത്, ഞാനിത് അവരുടെ കൈ കൊടുത്തോളാം എന്ന് പറയും. അപ്പൊ ലളിതാ സഖി പറയും, ലളിതാ സഖിക്ക് ആകെപ്പാട് കാരണം ഇദ്ദേഹം പാദസരം തരണമില്ല. അപ്പം ലളിതാ സഖി പറയും, എന്റെ മരുമകൾക്കാണെങ്കിൽ ഭയങ്കര ജോലിയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഭർത്താവിനെ നോക്കണം, കുട്ടികളെ നോക്കണം, വീട്ടിലെ പണി ഒതുക്കണം, പാല് കറക്കണം, അതുകൊണ്ട് ചുറ്റും ഉള്ള വീടുകളിൽ കൊടുക്കണം, അത് വെണ്ണ ഉണ്ടാക്കണം, അതും വിൽക്കണം, ഇങ്ങനെ ഇഷ്ടം പോലെ മരുമകൾക്ക്. അപ്പം അതിന്റെ ഉള്ളിൽ നിന്ന് അവൾ എപ്പോഴാണ്, അവൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പോലും സമയമില്ല, അങ്ങ് എന്റെ കൈ തരൂ, ഞാൻ കൊണ്ട് കൊടുത്തോളാം എന്ന് പറയണേ, എന്റെ മരുമകളല്ലേ എന്ന് പറയാം. അപ്പൊ ശ്യാമാനന്ദജി പറയും, ഇല്ല, അമ്മയുടെ മരുമകള് എപ്പോഴാണോ ഫ്രീ ആവുന്നത്, എപ്പോഴാണോ വെറുതെ ആവുന്നത്, അപ്പോൾ വന്ന് വാങ്ങിച്ചാൽ മതി, അതുവരെ ഞാനിത് ഭദ്രമായിട്ട് സൂക്ഷിച്ചോളാം. അപ്പം ലളിതാ സഖി ദേഷ്യം വരുന്നത് പോലെ അഭിനയിക്കുകയാണ്, നിങ്ങക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഇതെന്റെ മരുമകളുടെ അല്ലേ, അങ്ങ് എന്തെങ്കിലും അവളുടെ നേരിട്ട് കൊടുക്കുമ്പോ എന്തെങ്കിലും പാരിതോഷം അവൾ തരുമെന്നാണോ അങ്ങ് വിചാരിച്ചിരിക്കുന്നത്, എന്നാ അങ്ങ് എന്റെ അടുത്ത് പറയും, ഞാൻ ആ പാരിതോഷം തന്നോളാം എന്ന് പറയാണ്.
അപ്പം ശ്യാമാനന്ദജി പറയും അല്ല എനിക്ക് അത് മാത്രം എനിക്ക് ആഗ്രഹം. അപ്പം ലളിതാ സായി പറയും അവളെന്താ വൃന്ദാവനേശ്വരി ശ്രീമതി രാധാറാണിയാണോ എന്ന് ചോദിക്കും. അപ്പൊ ശ്യാമാനന്ദജി പറയും ആവാതിരിക്കാൻ അല്ലാന്ന് അമ്മയ്ക്ക് പറയാൻ പറ്റുമോ, രാധാറാണി അല്ലാന്ന് അമ്മയ്ക്ക് പറയാൻ പറ്റുമോ എന്ന് പറയാം. അപ്പോഴാണ് ലളിതാ സായിക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന് പിടികിട്ടി ധാരണ പാദസ്ഥരാണ് ശ്രീമതി രാധാറാണിന്റെ പാദസ്ഥരാണെന്ന് അതിന് പിടികിട്ടി. കാരണം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ശ്രീമതി രാധാറാണിയുടെ പാദസ്വരം അല്ലാന്ന് അമ്മയ്ക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ലളിതാ സായിക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അത് രാധാറാണിയുടെ പാദസ്വരമാണ്. അപ്പം ലളിതാ സായി വന്നിട്ട് പെട്ടെന്ന് തന്റെ യഥാർത്ഥ ഫോമില്, അതായത് ശ്രീമതി ലളിതാ സഖിയുടെ ഫോമില് ഇങ്ങനെ ശ്യാമാനന്ദജിയുടെ മുമ്പില് വരും. വന്നിട്ട് ശ്യാമാനന്ദജിയോട് പറയും അങ്ങേക്ക് എങ്ങനെ മനസ്സിലായി ഇത് രാധാറാണിയുടെ പാദസ്വരമാണെന്ന് പറയും. അപ്പം പറയും ഞാൻ എന്റെ മനസ്സിൽ എപ്പോഴും കൊണ്ട് നടക്കുന്നത് എന്റെ രാധാറാണിയുടെ പാദമാണ്. അപ്പം ആ പാദത്തിലുള്ള പാദസ്വരം കണ്ടാൽ എനിക്ക് തിരിച്ചറിയാതിരിക്കാൻ പറ്റുമോ? അതുപോലെ ഈ പാദസ്വരം ഒരു സാധാരണ പെൺകുട്ടി ഇടുന്ന പാദസ്വരമല്ല എന്ന് പറയും. അപ്പം ലളിതാ സഖി പറയും ശരിയാണ്, ഈ ശ്രീമതി രാധാറാണിയുടെ പാദസ്വരമാണെന്ന് പറഞ്ഞിട്ട് ലളിതാ സഖി പാദസ്വരം എടുക്കാതെ നേരെ എങ്ങോട്ട് പോകും? ഗോലോകത്ത് പോകും. ഗോലോകത്ത് പോയിട്ട് രാധാറാണിക്ക് ഈ കാര്യങ്ങൾ, രാധാറാണിയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. എന്താണ് ഈ പാദസ്വരം വാങ്ങിക്കാൻ പോയ കാര്യവും ഈ കഥകളൊക്കെ രാധാറാണിട്ട് പറഞ്ഞു കൊടുക്കും. രാധാറാണി ഇദ്ദേഹത്തിന് ദർശനം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരും. നിധിവനത്തിൽ വന്ന് രാധാറാണി ഇദ്ദേഹത്തിന് ദർശനം കൊടുക്കും. ശ്യാമാനന്ദജിക്ക് ദർശനം കൊടുക്കും. എന്നിട്ട് തന്റെ പാദസ്വരം തരാൻ പറയും. അപ്പൊ രാധാറാണി കണ്ട സന്തോഷത്തില് ശ്യാമാനന്ദജി ആ കാലില് വീണ് നമസ്കരിക്കുകയും അത് കഴിഞ്ഞിട്ട് ആ പാദസ്വരം, ആ പത്മപാദങ്ങളില് എന്താണ് അണിയുന്ന മഞ്ജു ഘോഷ് എന്ന് പറഞ്ഞ മനോഹരമായിട്ടുള്ള പാദസ്വരം എടുത്ത് കണ്ണിൽ വെച്ചിട്ട് രാധാറാണിയുടെ കയ്യിലോട്ട് അങ്ങ് കൊടുക്കും. രാധാറാണി എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ പാദസ്വരം വച്ച് ഈ ശ്യാമാനന്ദജീനെ അനുഗ്രഹിച്ചിട്ട് ആ പാദസ്വരം കാലില് തിരിച്ചെടുക്കും. എന്നിട്ട് രാധാറാണി സ്വയമേ 2 വിഗ്രഹങ്ങൾ, ഒരു രാധയുടെയും ഒരു കൃഷ്ണന്റെയും 2 വിഗ്രഹങ്ങള് ശ്യാമാനന്ദജിയുടെ കയ്യിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പം ആ വിഗ്രഹങ്ങളാണ് എന്നിട്ട് ശ്യാമാനന്ദജിയെ അനുഗ്രഹിക്കും. അപ്പൊ ആ വിഗ്രഹങ്ങളാണ് എവിടെ? വൃന്ദാവനത്തില് ശ്യാമാനന്ദജി പൂജിച്ചിരുന്ന രാധാറാണി കൊടുത്ത ആ 2 വിഗ്രഹങ്ങളാണ് ഇന്ന് നമുക്ക് വൃന്ദാവനത്തിൽ പോയാല് രാധാ ശ്യാംസുന്ദർ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആ 2 വിഗ്രഹങ്ങളാണ്. രാധാറാണി സ്വയമേ കൊടുത്ത വിഗ്രഹങ്ങളാണ് അത്. ആ വിഗ്രഹത്തിന്റെ രാധാറാണിയുടെ പാദസ്വരം കാണാൻ നമുക്ക് കിട്ടിയ വിഗ്രഹമാണ് രാധാ ശ്യാംസുന്ദർ ക്ഷേത്രത്തിൽ നമ്മൾ ഇന്ന് കാണും. അപ്പം നമ്മള് ഭഗവാന്റെ അടുത്ത് ഭക്തി വേണമെങ്കിൽ നമ്മൾ ശ്രീമതി രാധാറാണി, കാരണം രാധാറാണിയെ വന്നിട്ട് ഇപ്പം അങ്ങനെ നമ്മൾ ഭഗവാനാണ് മെയിൻ, രാധാറാണി ഒന്നുമല്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ചിലവർ അങ്ങനെ വിചാരിക്കും, രാധാറാണി വന്നിട്ട് ഭഗവാന്റെ ഒരു ഫ്രണ്ട് മാത്രമാണ്, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് ടോട്ടലി തെറ്റാണ്. വൃന്ദാവനത്തിൽ പോയാല് വൃന്ദാവനവാസികൾക്ക് ഭഗവാനല്ല, രാധാറാണിയാണ് അവിടുത്തെ മെയിൻ. അവിടെ എവിടെ പോയാലും രാധേ 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 എന്നാണ് പറയുന്നത്. രാധാറാണിയാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആള്. വൃന്ദാവനത്തിലായാലും ബർസാനയിലായാലും അത് രാധാറാണി കഴിഞ്ഞിട്ടേ അവർക്ക് ഭഗവാനുള്ളൂ എന്ന് വേണം പറയാൻ. അപ്പം നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്തണമെങ്കിൽ അതിന് രാധാറാണിയുടെ മെസ്സി ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാന്റെ അടുത്ത് നമുക്ക് എത്താൻ പറ്റൂ. ഹരേ കൃഷ്ണ. ഇനി അടുത്ത കഥ ഇനി ഒരു ചെറിയ കഥയും കൂടെ ഉണ്ട്. ആ കഥ വന്നിട്ട് ഇതും രാധാറാണിയുടെ എന്താണ് ഗ്ലോറിഫിക്കേഷൻ പറയുന്ന ഒരു കഥയാണ്. ഇത് വന്നിട്ട് എന്താണ് ദ്വാരകയിൽ നടക്കുന്ന കഥയാണ്. ദ്വാരകയില് ഭഗവാന്റെ ഭാര്യമാരുണ്ട് അല്ലെ. ഭഗവാന് 10,008 ഭാര്യമാരുണ്ട്. അതിലെ 8 പ്രധാന ഭാര്യമാരുണ്ട്. അപ്പം ഭഗവാൻ ഭാര്യമാരുടെ കൂടെയാണ് സമയം ചെലവഴിക്കുന്നത്. അപ്പം നാരദരാണ്, കാരണം ഭഗവാന് വൃന്ദാവനത്തിലോട്ട് പോകാൻ പറ്റില്ല, വൃന്ദാവനവാസികൾക്ക് ദ്വാരകയിലോട്ട് അങ്ങനെ വരാനും പറ്റില്ല. അതുപോലെ അതിന് പ്രത്യേകിച്ച് ഹരേ കൃഷ്ണ
അതിൽ പ്രത്യേകിച്ച് രാധാറാണിക്ക് എന്താണ് വൃന്ദാവനത്തിൽ ദ്വാരകയിലോട്ട് വരാൻ പറ്റില്ല. കാരണം ദ്വാരകയിലോട്ട് രാധാറാണി വരുന്നത് ആർക്കും ഇഷ്ടമല്ല. ഭാര്യമാർക്ക്, ഭഗവാന്റെ ഭാര്യമാർക്ക് അത് ഇഷ്ടമല്ല. അപ്പൊ രാധാറാണിക്ക് വരാൻ പറ്റില്ല. അപ്പൊ പക്ഷെ ഇവര് തമ്മില്, രാധാറാണിയും ഭഗവാനും തമ്മിൽ അന്നത്തെ കാലത്ത് ഫോണോ മെസ്സേജോ അങ്ങനെ ഒന്നുമില്ല. ലെറ്റർ പോലും, എനിക്ക് തോന്നുന്നു ലെറ്ററും ഇല്ലാത്ത കാലം. ലെറ്റർ ഉണ്ടായിരുന്നു, പക്ഷെ ഭഗവാൻ അത് എഴുതി അയക്കാനും രാധാറാണിക്ക് അത് എഴുതി അയക്കാനും ഭഗവാൻ അത് വായിക്കാനും അത് പറ്റില്ലല്ലോ. കാരണം ഭഗവാന്റെ കൂടെയും ഭാര്യമാരുണ്ട്, രാധാറാണിയുടെ കൂടെയുള്ള ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് അങ്ങനത്തെ ഒരു ഇത് പറ്റില്ല. നമ്മൾ കാലത്ത് ഇപ്പൊ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. കാരണം ഒരു കോള് മതിയല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ. അപ്പം ഇവരുടെ വന്നിട്ട് രാധാറാണിക്കും ഭഗവാനും, ഭഗവാൻ ദ്വാരകയിലും രാധാറാണി വൃന്ദാവനത്തിലായിരുന്ന സമയത്ത് അവരുടെ ഫോൺ എന്ന് പറയുന്നത് നാരദ മഹർഷിയായിരുന്നു. നാരദ മഹർഷിയാണ് അവരുടെ മെസ്സഞ്ചർ. രാധാറാണി പറയുന്ന കാര്യങ്ങൾ ഭഗവാന്റെ അടുത്തും ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ രാധാറാണിയുടെ അടുത്തും ആ കഥകളൊക്കെ പറയുന്നതും ഈ നാരദ മഹർഷിയാണ്. അപ്പം പക്ഷെ അവർക്കായിട്ട് ആവശ്യമില്ല. കാരണം അവര് ഇങ്ങനെ രണ്ട് ഇതായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നതേ ഒന്നും ഉള്ളൂ. കാര്യങ്ങളെല്ലാം രാധാറാണിയുടെ കാര്യങ്ങളെല്ലാം ഭഗവാന് കൃത്യമായിട്ട് അറിയാം. അപ്പം എന്നാലും നാരദരാണ് ഈ കഥകളൊക്കെ ഭഗവാനടുത്ത് രാധാറാണിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഭഗവാന്റെ ഭാര്യമാർക്ക്, അതും രാധാറാണിയുടെ തന്നെ പ്രകാശമാണ്, എന്നാലും ഭഗവാന്റെ ഭാര്യമാർക്ക് ഇത് ഇഷ്ടമല്ല. ഭഗവാൻ രാധാറാണിയെ കുറിച്ച് പറയുന്നതും രാധാറാണിയുടെ അടുത്ത് മിണ്ടുന്നതും ഒന്നും ഭഗവാന്റെ ഭാര്യമാർക്ക് ഇഷ്ടമല്ല. അവർക്ക് ഈഗോ ആണ്. അപ്പം അങ്ങനെ ഒരു ദിവസം നാരദര് വരാണ്. അപ്പം നാരദര് വരുന്ന സമയത്ത്, നാരദര് വരുമ്പോ ഭഗവാന് മനസ്സിലാകുമ്പോ എന്തോ പണിയും കൊണ്ടാണ് നാരദര് വരുന്നത്. കാരണം നാരദര് വരുന്നത് തന്നെ ഭഗവാന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ ഭഗവാൻ പറയും ഇന്ന് എന്തോ പണിയുണ്ട് എന്ന് പറയും. അങ്ങനെ നാരദര് വരും. എന്നിപ്പോ ഭഗവാൻ ചോദിക്കും എന്താ നാരദരെ, സുഖമാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നാരദര് പറയും ഞാൻ എന്താ വൃന്ദാവനത്തിന് നേരിട്ട് ഇങ്ങോട്ട് വന്നതാണെന്ന് പറയും. ഭഗവാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ സന്തോഷം കൊണ്ട് ലഡു പൊട്ടു എന്ന് പറയില്ല, അതുപോലെ. കാരണം വൃന്ദാവനത്തിലെ കാര്യങ്ങൾ അറിയണം, രാധാറാണിയെ കുറിച്ച് അറിയണം. പക്ഷെ ഭഗവാൻ ഇങ്ങനെ മിണ്ടാതെ ആണോ എന്ന് ഇങ്ങനെ ഇരിക്കണം. കാരണം ഭഗവാന്റെ ചുറ്റും ഭാര്യമാരാണ്. അപ്പം ആ സന്തോഷം പുറത്ത് നാരദന് മാത്രം ഉണ്ടെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ആണോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം വൃന്ദാവനത്തിൽ നിന്ന് എന്ന് കേട്ടപ്പോഴേ ഭാര്യമാർക്കെല്ലാം ചെറുതായിട്ട് പിന്നെ അടുത്ത രാധാറാണിയുടെ കാര്യമായിരിക്കും പറയാൻ പോകുന്നത് എന്നിങ്ങനെ വിചാരിക്കാണ്. അപ്പൊ ഭഗവാൻ വന്നിട്ട് അടുത്ത് നാരദര് വന്നിട്ട് പറയും, ഭാര്യമാര് രുക്മിണി വന്നിട്ട് പറയും, നാരദരുടെ അടുത്ത് പറയും, നാരദരെ പറയും നമുക്ക് ഭക്ഷണം കഴിക്കാം, അങ്ങേക്ക് ഭക്ഷണം ഞാൻ എടുത്തു തരാം എന്ന് പറയും. അപ്പൊ നാരദര് പറയും വേണ്ട വേണ്ട, എന്റെ വയറ് ഇപ്പോഴേ തന്നെ ഫുള്ളായിട്ടിരിക്കുകയാണ്. കാരണം എന്നെ രാധാറാണി ഒരുപാട് അവിടെ ഭക്ഷണം ഒരുപാട് എന്നെ കഴിപ്പിച്ച് എന്ന് പറയും. അപ്പോൾ വീണ്ടും രുക്മിണിക്കും ഒക്കെ ദേഷ്യം വരും. കാരണം രാധാറാണി കഴിപ്പിച്ചു എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അപ്പൊ ഭഗവാൻ പെട്ടെന്ന് ചോദിക്കും എന്താണ് നാരദരെ അവിടുത്തെ വിശേഷങ്ങൾ, വൃന്ദാവനത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് ചോദിക്കും. അപ്പൊ നാരദൻ ഇങ്ങനെ പറയാൻ തുടങ്ങും, ഞാൻ വൃന്ദാവനത്തിലോട്ട് ഇങ്ങനെ കേറി ചെന്നതും ഗോപികമാരെല്ലാരും അവരുടെ ജോലികളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഓടി വന്നു. രാധാറാണി ഉണ്ടായിരുന്നു കൂടെ. പക്ഷെ എന്നിട്ട് ഓരോരുത്തരും ഭഗവാനെ കുറിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. കൃഷ്ണൻ എന്ത് ചെയ്യുന്നു, കൃഷ്ണൻ അത് ചെയ്യുന്നോ ഇത് ചെയ്യുന്നോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. പക്ഷെ രാധാറാണി മാത്രം ഒന്നും ചോദിക്കാതെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ രാധാറാണിട്ട് പോയി ചോദിച്ചു, രാധാറാണിക്കൊന്നും ചോദിക്കാനില്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ രാധാറാണി പറഞ്ഞു ഇല്ല, എന്റെ കൂടെ എപ്പോഴും ഉള്ള ഒരാളെ കുറിച്ച് ഞാൻ എന്തിനാണ് ചോദിക്കുന്നത് എന്നാര് പറഞ്ഞു? രാധാറാണി പറഞ്ഞു. കാരണം ഭഗവാൻ എപ്പോഴും രാധാറാണിയുടെ കൂടെ ഉണ്ട് എന്നാണ് രാധാറാണി പറയുന്നത്. അപ്പം നാരദൻ ചോദിക്കും അതെന്താ രാധേ, നിന്റെ കൂടെ എപ്പോഴും കൃഷ്ണനുണ്ടോ എന്ന് ചോദിക്കും. അപ്പം രാധാറാണി പറയും അതെ, എന്റെ കൂടെ എപ്പോഴും എന്റെ കണ്ണനുണ്ട് എന്ന് പറയും. അപ്പൊ ഇത് കേൾക്കുമ്പോ രുക്മിണിക്കും സത്യഭാമയ്ക്കും ഭാര്യമാർക്കും ഒക്കെ എന്താ പറയാ ഒരു ദേഷ്യം, ഒരു ചെറിയൊരു ഈഗോ, അവർ ശ്രമിച്ചതൊരു ഈഗോയാണ്. ഈഗോ വരാൻ തുടങ്ങി. കാരണം ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെയാണ്. എന്നിട്ട് രാധാറാണി പറയുന്നത് രാധാറാണിയുടെ കൂടെയാണ് ഭഗവാൻ. അപ്പൊ നാരദര് അപ്പൊ എന്നിട്ട് രുക്മിണി പറയും അതൊക്കെ പഴയ കാലമല്ലേ നാരദരെ എന്നൊക്കെ പറയും. അപ്പം നാരദർ ഇല്ല, എന്താണ് രാധാറാണി ഇപ്പോഴത്തെ കാലം ഈ സമയത്തെ ഈ ടൈമിനെ കുറിച്ചിട്ടാണ് രാധാറാണി പറയുന്നതെന്ന് പറയും. അപ്പൊ രുക്മിണി ഇങ്ങനെ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയും ഭഗവാനെ ഞാനല്ലേ അങ്ങയുടെ പ്രധാന ഭാര്യ,
അതായത് ചീഫ് വൈഫ് എന്ന് പറയുന്നത് രുക്മിണിയാണ്. ഞാനല്ലേ അങ്ങയുടെ ഭാര്യ, അതുപോലെ ഞാനല്ലേ അങ്ങക്ക് വേണ്ടി എല്ലാ സേവനങ്ങളും ചെയ്യുന്നത്, അങ്ങക്ക് വേണ്ടിട്ട് അങ്ങ് പറയാതെ തന്നെ എല്ലാം ഞാൻ ചെയ്യാറില്ലേ, അപ്പൊ ഞാനല്ലേ അങ്ങയുടെ യഥാർത്ഥ ഭക്ത എന്ന് നോക്കിയിട്ട് രുക്മിണി ഭഗവാനെ നോക്കി പറയും. ഭഗവാൻ പറയും, ഭഗവാൻ എന്താ പറയാ, ഭഗവാൻ അതെ എന്ന് പറയും. അടുത്ത് സത്യഭാവം മുഖത്ത് നോക്കിയിട്ട് പറയും, ഞാനല്ലേ അങ്ങക്ക് വേണ്ടിയിട്ട് യുദ്ധങ്ങളൊക്കെ ചെയ്യാറ്, അങ്ങ് എന്റെ കൂടെയല്ലേ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുക, ഞാൻ അങ്ങക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്, അപ്പൊ ഞാനല്ലേ അങ്ങയുടെ യഥാർത്ഥമായിട്ടുള്ള ഭക്ത. ഭഗവാൻ സത്യഭാമയെ നോക്കിയിട്ട് പറയും അതെ. അതുപോലെ ജാമ്പവതിയും അങ്ങനെ ബാക്കിയുള്ള എല്ലാ ഭാര്യമാരെയും അങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ ഭഗവാൻ എല്ലാം സമ്മതിച്ചു കൊടുത്തു. അപ്പൊ നാരദര് ഇങ്ങനത്തെ ഈ ഒരു പ്രശ്നം, അവിടെ ഒരു ബോംബ് ഇട്ടിട്ടാണ് നാരദര് പോകുന്നത്. അങ്ങനെ നാരദര് പോവാൻ വേണ്ടിയിട്ട് നിന്ന് ഭഗവാൻ ഇങ്ങനെ വിചാരിക്കാണ്, എന്താ ഇവരെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ നാരദരെ ഇന്ന് നോക്കാം. നാരദരെ നോക്കുമ്പോ തന്നെ നാരദർക്ക് മനസ്സിലാവും ഭഗവാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. അങ്ങനെ നാരദരെ നോക്കുകയാണ് ഭഗവാൻ. അപ്പോ നാരദര് പെട്ടെന്ന് ഭഗവാൻ അഭിനയിക്കുകയാണ്, തനിക്ക് വയ്യാത്തതുപോലെ അഭിനയിക്കുകയാണ്, വയറുവേദനയും പനിയും പോലെയൊക്കെ ഒരു ദിവസം ഭഗവാൻ പെട്ടെന്ന് അങ്ങ് അഭിനയിക്കുകയാണ്. ഭഗവാൻ അഭിനയിക്കാൻ തുടങ്ങിയ പനിയും ഭഗവാന്റെ കൂടെ അഭിനയിക്കും. പെട്ടെന്ന് പനി, ഭഗവാൻ ദേഹമൊക്കെ നല്ല ചുട്ടുപൊള്ളാണ്, നല്ല വയറുവേദന എടുക്കുന്നുണ്ട് ഭഗവാനെ. അപ്പം കൊട്ടാര വൈദ്യൻ വന്ന് നോക്കിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം ഈ പനിയുടെ ഉത്ഭവം എവിടുന്നെങ്കിലും ഒന്നും മനസ്സിലാവണ്ടേ, അതുമില്ല. ഇത് ആ പനിക്ക് ഒരു ആദ്യമില്ല അന്ത്യമില്ലാത്ത പനി പോലെ അതിങ്ങനെ കിടക്കാണ്. അപ്പം പെട്ടെന്ന് കൊട്ടാര വൈദ്യൻ ഇങ്ങനെ പറയും, എനിക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്ന് പറയും. അപ്പൊ നാരദ മഹർഷി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരും. വന്നിട്ട് പറയും, എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ നോക്കിയിട്ട് പറയും, ഈ പനി ഒരു പ്രത്യേകതരം പനിയാണ്, ഈ പനിക്ക് മരുന്ന് വേണമെങ്കിൽ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തയുടെ കാല് കഴുകിയ വെള്ളം ഭഗവാൻ കുടിക്കണം എന്ന് പറയും. അപ്പം രുക്മിണി സത്യഭാമയൊക്കെ വിചാരിച്ചെങ്കിൽ തങ്ങളാണ് ഏറ്റവും വലിയ ഭക്തർ. അപ്പം പക്ഷെ എന്താണ്, ഭാര്യയുടെ കാല് കഴുകിയ വെള്ളം ഭർത്താവ് കുടിച്ചാല് ഭാര്യമാരെവിടെ പോകും, നരകത്തിൽ പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവര് പറയും, ഞങ്ങൾ എങ്ങനെ തരാനാണ്, ഞങ്ങൾ നരകത്തിൽ പോകും, ഭഗവാൻ എങ്ങനെയാണ് ഞങ്ങളുടെ കാല് കഴുകിയ വെള്ളം കൊടുക്കുക എന്നൊക്കെ പറയാണ്. അപ്പൊ നാരദർ പറയാം, ശരി ഞാൻ എന്നാ വൃന്ദാവനത്തിൽ പോവാന്ന് പറയാൻ. വൃന്ദാവനത്തിൽ പോയപ്പോ സമയത്ത് രാധാറാണി ഇങ്ങനെ കുടത്തിൽ ഇങ്ങനെ വെള്ളം എടുക്കുന്ന സമയമായിരുന്നു അത്. അപ്പം രാധാറാണിയുടെ ഇങ്ങനെ കണ്ട് രാധാറാണി ഓടി വരാണ് നാരദരടുത്ത് ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നാരദടുത്ത് രാധാറാണി പറയും, ഇങ്ങനെ കാര്യം പറയും രാധാറാണിയോട്. അപ്പം ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി രാധാറാണി എന്തെന്ന് വെച്ചാൽ ഓടിപ്പോയി ഒരു പാത്രം എടുത്ത് തന്റെ കാല് പെട്ടെന്ന് കഴുകി, പെട്ടെന്നാണ് ഒരു സെക്കൻഡിലാണ് ചെയ്യുന്നത്, പെട്ടെന്ന് തന്റെ കാല് കഴുകി ആ വെള്ളം എടുത്ത് നാരദന്റെ കൈ കൊണ്ടുപോകും, പെട്ടെന്ന് എന്റെ ഭഗവാന് കൊണ്ട് കൊടുക്കുമെന്ന് പറയും. അപ്പൊ നാരദർ പറയും, ഇത് തെറ്റല്ലേ രാധാറാണി, ഈ വെള്ളം ഭഗവാൻ കുടിക്കുകയാണെങ്കിൽ നീ നരകത്തിൽ പോവും എന്നൊക്കെ പറയാണ്. അപ്പൊ രാധാറാണി പറയാണ്, ഞാൻ നരകത്തിലോ സ്വർഗത്തിലോ എവിടെ പോയാലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്കിപ്പൊ പ്രധാനം എന്റെ ഭഗവാന്റെ ആരോഗ്യമാണ്, അങ്ങ് വേഗം കൊണ്ട് കൊടുക്കാമ. അങ്ങനെ ഈ വെള്ളം നാരദന് മടിച്ചില്ല, വെള്ളം കൊണ്ട് ഭഗവാന് കൊടുത്തു. ഭഗവാൻ ആ വെള്ളം കുടിക്കുകയും വളരെ സന്തോഷത്തോടെ കുടിച്ചിട്ട് അപ്പോഴാണ് ഭഗവാന്റെ ഭാര്യമാർക്ക് വിഷമം ഉണ്ടായി, ദേഷ്യം ഉണ്ടായി, നാണക്കേടുണ്ടായി. കാരണം വിഷമം എന്ന് പറയുന്നത് എന്താണ്, തങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല, തങ്ങൾക്ക് ഭഗവാന്റെ കൂടെ ഇരുന്നിട്ടും തങ്ങൾക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ, ഭഗവാന്റെ ഭക്തിയിൽ എത്താൻ പറ്റില്ലല്ലോ, ഭഗവാന്റെ കൂടെയാണ് അവര് സദാസമയം, എന്നാലും അവർക്ക് അത് എത്താൻ സന്തോഷം വന്നിട്ട് ഭഗവാന്റെ എന്താണ് അസുഖം ഭേദമല്ലേ അതിന്റെ സന്തോഷം. പിന്നെ നാണക്കേട് വന്നിട്ട് രാധാറാണി ഇങ്ങനെ കുറ്റം പറഞ്ഞില്ലേ, രാധാറാണിയെ കുറിച്ച് ഇങ്ങനെ മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചില്ലേ, അതിനുള്ള ആ ഒരു ഇതും. അപ്പം അവർക്ക് മനസ്സിലായ ശ്രീമതി രാധാറാണിയുടെ പ്രാധാന്യം എന്താണ്. കാരണം രാധാറാണിയുടെ കാല് കഴുകിയ വെള്ളം കൊണ്ടാണ് ഭഗവാന്റെ ആ ഒരു അസുഖം മാറിയത്. അപ്പൊ ഇങ്ങനെ രാധാറാണിയെ കുറിച്ച് പറയുന്ന ഒരുപാട് കഥകളുണ്ട്. കാരണം രാധാറാണിയാണ് ഭഗവാന്റെ എല്ലാം രാധാറാണി. ഭഗവാന്റെ അടുത്ത് എത്തണമെങ്കിൽ നമുക്ക് ആരുടെ കൃപയും വേണം, രാധാറാണിയുടെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ അടുത്തും എത്താൻ പറ്റൂ. ഹരേ കൃഷ്ണ.